തിരുനാവായയിൽ നടന്നു വന്ന മഹാമാഘ മഹോത്സവത്തിന് ഇന്ന് സമാപനമാവുകയാണ്. കേരളത്തിന്റെ കുംഭമേള എന്ന വിശേഷണത്തോടെ നടന്ന പരിപാടിയിലേക്ക് 10,000-കണക്കിന് പേരാണ് എത്തിയത്. നിള ആരതി എന്നത് പുതുമയുള്ള ഒരു കാഴ്ചയായി മാറി. അരുൺ അമർനാഥ് പറയും വിവരങ്ങൾ. 19 ദിവസം നീണ്ടുനിന്ന മഹാമാഘ മഹോത്സവത്തിന് കൊടിയിറങ്ങുകയായി. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ ശരിക്കും ഒരു ആത്മീയ മഹോത്സവം തന്നെയായിരുന്നു കണ്ടത്. അത്തരത്തിൽ വലിയ രീതിയിലൊരു ജനപങ്കാളിത്തമൊക്കെ നമ്മൾ കണ്ടു. ഏറ്റവും ശ്രദ്ധേയമായത് നിള ആരതിയായിരുന്നു. രാത്രി കാലങ്ങളിൽ ഒരു ദൃശ്യ വിരുന്നായി തന്നെ നിള ആരതി മാറി. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ തിരുനാവായയുടെ ഈ ഒരു ആകാശ ദൃശ്യങ്ങൾ നിള ആരതിയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ രീതിയിൽ പ്രചരിച്ചു. അതൊക്കെ വലിയ രീതിയിൽ ജനപങ്കാളിത്തം വർദ്ധിക്കാനും കാരണമായിട്ടുണ്ട് എന്നൊക്കെ വിശേഷിപ്പിക്കാം. 270 വർഷങ്ങൾക്ക് ശേഷമാണ് അതായത് പൂർണ്ണ തരത്തിൽ ഈ മഹാമാഘ മഹോത്സവം കൊണ്ടാടുന്നത്. അപ്പോൾ അതിന് അനുസരിച്ചുള്ള ചടങ്ങുകളെല്ലാം തന്നെ ഒരു പ്രൗഢിയായി എന്നൊക്കെ തന്നെ വിശേഷിപ്പിക്കാം. ഈ നിള ആരതിയുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത് ഗംഗയുടെ സാന്നിധ്യമാണ് ഈ മാഘമാസത്തിൽ നിളയിൽ ഉണ്ടാവുന്നത് എന്നൊരു വിശ്വാസമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഗംഗാ ആരതി നടത്തുന്ന വാരണാസിയിലെ സന്യാസി വര്യന്മാർ തന്നെയാണ് ഇവിടെ നിള ആരതിയും നടത്തിയത്. ആരതി ഘട്ടിലൊക്കെ നിറഞ്ഞൊഴുകുന്ന ആളുകളെയൊക്കെ കാണുന്നുണ്ടായിരുന്നു. തുടക്കത്തിൽ രാഷ്ട്രീയപരമായി തന്നെ ഈ വിഷയമൊക്കെ വിവാദമായിരുന്നു. അതായത് ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ നടക്കുമ്പോൾ അത്തരത്തിലുള്ള യാതൊരു സൗകര്യങ്ങളും ഒരുക്കിയില്ല. ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുമ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊന്നും സർക്കാർ ഒരുക്കിയില്ല എന്നുള്ള ആരോപണമൊക്കെ BJP ഒരു ഭാഗത്തൊക്കെ ഉന്നയിക്കുന്നുമുണ്ടായിരുന്നു. എന്തായാലും ഇനി വരുന്ന ഒരു അടുത്ത വർഷത്തേക്കൊക്കെ വലിയ രീതിയിൽ തന്നെ നടത്താൻ തന്നെ കൂടുതൽ ജനപങ്കാളിത്തത്തോടെ തന്നെ ആഘോഷമായി നടത്താൻ തന്നെ ആണ് ഉദ്ദേശിക്കുന്നതെന്ന് അധികൃതരും എന്തായാലും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും 19 ദിവസത്തോളം ശംഖുധ്വനികളാൽ മുഖരിതമായിരുന്നു തിരുനാവായയിലെ നിളാതീരം എന്നുള്ളത് തന്നെയാണ്. ദിവീഷ്.